ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉള്ളിലെ മാറാലയും പൊടിയും ഒക്കെ അങ്ങ് തട്ടി അങ്ങ് കളഞ്ഞു. ഞങ്ങൾ പുതിയ തീരുമാനമെടുത്തു, പ്രിയയുടെയും വസന്തിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാനെന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടിപ്പോയി. ഇത് സത്യം തന്നെയാണോ എന്നുള്ളൊരിതിൽ. അതെ, അവരുടെ പുനർവിവാഹം നടത്തി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ ഇത്രയും നാളും പറഞ്ഞതും ചെയ്തതും ഒന്നും ഇനി കാര്യമാക്കുന്നില്ലെന്നും അതൊക്കെ മാറ്റുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്തായാലും നിങ്ങളെടുത്തത് നല്ലൊരു തീരുമാനമാണെന്നുള്ള കാര്യം ഗൗതവും പറഞ്ഞു. ഇത് അറിയുമ്പോൾ ഇത് നിങ്ങൾ പ്രിയേച്ചിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു. ഇത് അറിയുമ്പോൾ പ്രിയേച്ചിക്ക് ഒത്തിരി സന്തോഷമാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗൗതവും വളരെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയത്ത് പ്രിയേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ടും ഇവർ പറഞ്ഞു. പക്ഷെ മോനെ, ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആ ഒരാഗ്രഹം അത് ന്യായമാണെന്നാണ് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതെന്ത് ആഗ്രഹമാണെന്ന് ഗൗതം ഇങ്ങനെ ചോദിച്ചപ്പോൾ, പ്രിയയ്ക്കും അതുപോലെ തന്നെ വസന്തിനും ഇടയിൽ ഇനി ആ കുഞ്ഞ് വേണ്ട എന്നുള്ള കാര്യം പറയാം. കുഞ്ഞ് അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ചിഞ്ചുമോള് അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം പഴയതിനേക്കാളും വളരെ വളരെ ദുരിതത്തിലേക്കാവുകയുള്ളൂ. ഇനിയെങ്കിലും എൻ്റെ മോള് വസന്തിൻ്റെ കൂടെ പോയാൽ യാതൊരു പ്രതിസന്ധികളുമില്ലാതെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർക്കിടയിലേക്ക് ചിഞ്ചുമോൾ ഒരിക്കലും ഒരു തടസ്സമാകരുതെന്ന് പറഞ്ഞു. അവർക്കിടയിൽ ചിഞ്ചുമോൾ എങ്ങനെ ഒരു തടസ്സമാകാനാണ് എന്നുള്ള കാര്യം അന്നേരം ഗൗതം ചോദിച്ചപ്പോൾ, നാളെ അവർ വിവാഹം കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അവരുടെ രക്തത്തിൽ പിറക്കാത്ത ഈ ചിഞ്ചുമോള് അവർക്കൊരു പ്രശ്നമായി മാറും, അല്ലെങ്കിൽ അവർക്കൊരു ബാധ്യതയായി മാറും. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും. പ്രത്യേകിച്ച് വസന്ത എടുത്തു വളർത്തുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ പ്രിയയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. അപ്പോൾ പിന്നെ ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്നൊരു ദ്രോഹാവില്ലേ അത്. അതുപോലെ തന്നെ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചാലും എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ശരിയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമ്മുടെ ഗൗതം ആലോചിച്ചു. ഇവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അപ്പം ഞങ്ങൾക്കത് അവളോട് പറയാനുള്ള ധൈര്യമില്ല. മറിച്ച് മോനാണെങ്കിൽ അത് പറയാൻ പറ്റും. നീ അത് അവളോട് പറയണം. അപ്പോൾ അത് വസന്തിനോട് പറയാനായിട്ടും നീ അവളോട് പറയണം. ചിഞ്ചുമോളെ തിരിച്ച് അനാഥാലയത്തിലേക്ക് തന്നെ ഏൽപ്പിക്കാനായിട്ട് നീ പറയണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അത് പ്രിയേച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം പറയുവാണ് ഗൗതം. നീ പറഞ്ഞാൽ അവൾ സമ്മതിക്കും, 100% ഉറപ്പാണ്, മോനത് പറയണം എന്നും പറഞ്ഞ് അവർ ഗൗതത്തിനെ ചാട്ടേ കയറ്റുന്നു. അപ്പോൾ ഗൗതം പറഞ്ഞു നോക്കാം എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങ് പോവുകയാണ്. അങ്ങനെ ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വലുത് നടക്കുമായിരിക്കോ മഹേശ്വര എന്ന് ചേച്ചി അനിയനോട് ചോദിച്ചപ്പം, അതോ ചേച്ചി ഒന്നും പേടിക്കേണ്ട, ഒരു പ്രശ്നവും ഇല്ല, ഗൗതം ഇത് അവളോട് പറയുക തന്നെ ചെയ്യും. പ്രിയയോട് ഗൗതം ഇത് പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരായിട്ടും പറയുമ്പോൾ പ്രിയ എന്തായാലും അതിനെപ്പറ്റി ആലോചിക്കും. പ്രിയ അത് ചെന്ന് വസന്തിനോട് പറയുകയും ചെയ്യും. ആ കല്യാണാലോചന അവിടെ കൊണ്ട് അങ്ങ് മുടങ്ങിക്കോളൂന്നേ, നമ്മൾ ഇനി ഇതിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അനിയനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയണം. എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ളൊരു ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസന്തിനെ വീണ്ടും സുകന്യയുടെ സുഹാസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസിക നില തെറ്റി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക വസന്ത. അപ്പോൾ ആതിര അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ ഏട്ടൻ എന്താ പറ്റിയ, ഏട്ടൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ സുകന്യയുടെ ആ സുഹാസ് വിളിച്ചിരുന്നു, എനിക്ക് വീണ്ടും പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിരെ, എൻ്റെ മോളെ കൊണ്ടുപോകാനായിട്ട് അവർ വരുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി അവകാശിയായ അമ്മ വന്ന് വിളിച്ചാൽ തീർച്ചയായും എനിക്ക് ആ കുഞ്ഞിനെ കൊടുത്തേ പറ്റൂ, എനിക്ക് കൊടുത്തു വിടാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ വസന്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ചിഞ്ചുമോളുടെ ജന്മരഹസ്യം തന്നെയാണ് അവിടെ വെച്ച് വസന്ത് അനുജത്തിയോട് പറഞ്ഞത്. അപ്പോൾ അവകാശിയായ അമ്മ എന്നാണ്. അപ്പോൾ ജന്മം കൊടുത്ത അമ്മ എന്നല്ല, അവകാശിയായ അമ്മ വന്നാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ വന്ന് ചോദിച്ചാൽ എനിക്ക് കുഞ്ഞിനെ നിയമപരമായി തന്നെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്നറിയാം. പക്ഷേ മോളെ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആതിരയും ഞെട്ടിപ്പോയി. കാരണം അവരിങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളായി തീരുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു പേടി ആതിരയ്ക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ വസന്താണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ആതിര ചെന്ന് ചോദിച്ചു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാന്ന്. ഇനി ഒന്നും ചെയ്യാനില്ല, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യം പറയാം. പക്ഷേ മോൾ അവരുടെ വീട്ടിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് പോയി എൻ്റെ മോളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വസന്ത് പോകാനായിട്ട് തുടങ്ങുന്നു. ഇതേ സമയത്ത് പ്രിയയുടെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചാട്ടം സംഭവിച്ചോ, പ്രിയ ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും മാറിയോ എന്നൊക്കെ അറിയാനായിട്ട് പിങ്കി നേരെ പ്രിയയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പ്രിയ വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വന്ന സമയത്ത്, ആ പിങ്കിയോ, എന്താ പിങ്കി, എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പ്രിയേച്ചിയെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ, എന്തെങ്കിലും കാര്യമുണ്ടോ,
ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. ഞാൻ ചിഞ്ചുമോളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ചിഞ്ചുമോൾക്ക് എന്താ? അപ്പോഴേക്കും നമ്മുടെ പ്രിയയുടെ ഭാവമൊക്കെ അങ്ങ് മാറി, ചിരിയൊക്കെ അങ്ങ് മാഞ്ഞു കേട്ടോ. ഇങ്ങനെ ഗൗരവമായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ചിഞ്ചുമോളെ പറ്റി പ്രിയേച്ചിക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. എന്ത്? ആ കുഞ്ഞിനെക്കുറിച്ച് ഞാനെന്ത് അഭിപ്രായം പറയാനാ? പ്രിയേച്ചിയുടെ മനസ്സിൽ എന്താണെങ്കിലും ചിഞ്ചുമോളോടൊരു ഇഷ്ടമുണ്ടല്ലേ എന്ന് ചോദിച്ചു. പ്രിയ അതിനൊന്നും മിണ്ടിയില്ല. ചിഞ്ചുമോളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അല്ലെങ്കിൽ നന്ദ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു വാത്സല്യം, ആ ഒരു സ്നേഹം, അതൊക്കെ പ്രിയേച്ചിക്ക് തോന്നിയില്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ പ്രിയയുടെ മനസ്സിലുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ചെകഞ്ഞ് ഓരോന്നായിട്ട് നമ്മുടെ ആശാത്തി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തതുപോലെ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ പ്രിയേച്ചിയുടെ മനസ്സിലേക്ക് ആ വാത്സല്യം കൊണ്ടുവരിക, അതുവഴി ചിഞ്ചുമോളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കളികളാണ് നന്ദ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് പറയുവാണ് ഈ പറയുന്ന നമ്മുടെ പിങ്കി. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വല്യമ്മായി അല്ല, അവളാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കല്ലുകടി ഉണ്ടാക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു വായും മനസ്സും അറിയാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചു. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, ഈ പിങ്കി പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ച്. എന്തായാലും പിങ്കിക്ക് മനസ്സിലായി പ്രിയയുടെ മനസ്സിൽ വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും ആ കൊച്ചിനോട് ഇല്ലെന്ന്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു മൈൻഡിൽ നമ്മുടെ പ്രിയ സംസാരിച്ചതുമില്ല. അപ്പോൾ ഇവിടുന്ന് ന്യൂസ് കിട്ടിയിട്ട് നേരെ ആശാത്തി താഴേക്ക് ഇറങ്ങി ചെന്നു. അവിടെ ചെന്ന് ഇവരോട് ലക്ഷ്മിയോടും അതുപോലെ മഹേശ്വരനോടും ഒക്കെ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ മഹേശ്വരൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം. നന്ദ ഈ കൊച്ചിനെ കൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഏട്ടത്തി അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവളല്ലേ ഇവിടുത്തെ കാര്യസ്ഥയായിട്ട് ഇപ്പോൾ ഇതിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ, അതായത് മഹേശ്വരൻ ഇങ്ങനെ പറയാം. അപ്പം മോൾ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ, ലക്ഷ്മി നീ മിണ്ടരുത്, അവൾക്ക് വക്കാലത്തുമായിട്ട് നീ എന്തെങ്കിലും മിണ്ടിയ നിന്നെ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നേരെ ഇയാൾ ചാടിക്കടിച്ചു. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പ്രിയേച്ചിക്ക് ചിഞ്ചുമോളോട് അത്ര വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതോർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കാര്യങ്ങൾ പിങ്കി വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇവർ ചെല്ലുക. പിങ്കി ആണെങ്കിൽ അവിടെ ഇവിടെയെല്ലാം കൊളുത്തി കൊടുത്ത എല്ലാവരുടെയും സമനില തെറ്റിയിരിക്കുന്നു, എല്ലാവരും സ്വസ്ഥത നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അത് പിങ്കിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതിങ്ങനെ മൂപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിങ്കി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും. അതാണ് പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം. അതിൽ ഏകദേശമൊക്കെ എത്തി നിൽക്കുന്നു പിങ്കി. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നതും ഇവർ ചെന്ന് നോക്കുമ്പോൾ അതായത് നമ്മുടെ ലക്ഷ്മിയൊക്കെയാണ് ചെന്ന് നോക്കുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ മുറ്റത്ത് ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ വസന്തിനെ കണ്ടപ്പോഴേക്കും ഇവർ ഞെട്ടി. വേഗം വസന്ത് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ വസന്ത് അകത്തേക്ക് കയറി വന്നപ്പം വസന്തിനോട് ചോദിച്ചു എന്താണെന്ന്. ഞാൻ ചിഞ്ചുമോളെ കാണാനും കൊണ്ടുപോകാനും വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ചിഞ്ചുമോളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വസന്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൊച്ചാണെങ്കിൽ വസന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വസന്തിനും അത് മനസ്സിലായി, മോൾ ഈ വീട്ടിൽ വളരെ ഹാപ്പിയാണെന്നുള്ള കാര്യം. കാരണം നന്ദ ആ കുഞ്ഞിനെ അതേ രീതിയിലാണ് നോക്കുന്നത്, അതിനൊരു കുറവുകളും വരുത്താതെ നല്ല പൊന്നു പോലെ തന്നെയാണ് നന്ദ ആ കൊച്ചിനെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു കൂടിക്കാഴ്ച അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ വസന്ത് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് നന്ദയുടെ മുഖം അങ്ങ് വാടി. കൊച്ചിനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സാറ് സ്വബോധത്തിലായിട്ട് കൊണ്ടുപോയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ മോളെ ഇപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ നന്ദ ചോദിച്ചപ്പോൾ കൊണ്ടുപോകണം, മോളിപ്പോൾ ഇത്രയും നേരമായാലും ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ മോളിവിടെ നിർത്തുന്നത് ശരിയല്ല, എനിക്ക് മോളെ കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രിയയുടെ കാര്യം ചോദിച്ചു. പ്രിയ അന്നേരം റൂമിലുണ്ട്. അപ്പോൾ പ്രിയയ്ക്കും അതുപോലെ വസന്തിനും കൂടി സംസാരിക്കാൻ പറ്റിയ ഒരു അവസരമല്ല. കാരണം പ്രിയ പൂർണ്ണമായും മാറിയോ എന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയയും വസന്തും തമ്മിൽ കണ്ടാൽ ഉറപ്പായിട്ടും സംസാരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ കാര്യം ഇച്ചിരി ഇമോഷണലായിട്ട് നമ്മുടെ വസന്ത് സംസാരിച്ചാൽ ഒരു പക്ഷേ പ്രിയയുടെ മനസ്സ് മാറും. ആ ഒരു പേടി ഇവർക്കുണ്ട്. അപ്പോൾ ഇവരങ്ങനെ പ്രിയയെ കാണിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ വിടാൻ മടിച്ചെങ്കിലും കുഞ്ഞിനെ വിട്ടേ പറ്റൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.